ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഞാനിവിടെ 250 മില്ലിൻ്റെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 1/4 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് തന്നെ 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടി ഒരു കപ്പാക്കിയിട്ട് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഈ പൗഡർ എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ആവുന്ന രീതിയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കേക്ക് കിട്ടുള്ളൂ. ഇനി ഞാനിവിടെ 4 കോഴിമുട്ട ആയിട്ട് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വലിയ കോഴിമുട്ട ഒക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് 3 കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ കോഴിമുട്ട എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ തന്നെ നല്ല പൊങ്ങി വരുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ബീറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കോഴിമുട്ട എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കുമ്പോൾ വേറൊരു സ്മെല്ലാണ്. അപ്പോൾ ആ ഇത് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വാനില എസൻസ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മൈദയും കൊക്കോ പൗഡറും എടുത്ത ആ കപ്പിൽ തന്നെ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ഇത്. അപ്പോൾ ആ പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ബിഗിന്നേഴ്സൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിക്കാത്ത പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെയൊക്കെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ കേക്ക് നല്ല രീതിയിൽ കിട്ടില്ല കേട്ടോ. നമ്മൾ നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ പൊടിക്കാത്ത പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ പൊടിച്ച പഞ്ചസാര 3 പ്രാവശ്യം ആക്കിയിട്ട് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/4 കപ്പ് തിളപ്പിച്ച പാലുണ്ടല്ലോ, ആ പാലൊന്ന് ചൂടാറിയതിന് ശേഷം അത് ചേർത്ത് കൊടുത്താലും മതി. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചേർത്തിട്ടുള്ളത്. അതുപോലത്തെ 2 ടേബിൾ സ്പൂൺ ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഓയിലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് അങ്ങനത്തെ ആ ഒരു മെത്തേഡിലാട്ടോ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണത്. അപ്പോൾ അങ്ങനെ കുത്തി കലക്കിയിട്ട് അങ്ങനെ ചെയ്യരുത്. ഞാനിത് വീഡിയോ കുറച്ച് സ്പീഡാക്കിയോണ്ടാണ് കേട്ടോ അതേപോലെ ആയി വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മെല്ലെ ഇത് ആ കേക്ക് ഇതിൻ്റെ ബാറ്റർ പൊങ്ങിയതൊന്നും താവാത്ത രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു സ്പൂണിലേക്ക് 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണ് വിനെഗറും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരും കേട്ടോ. ആ പതഞ്ഞ് വന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ മിക്സും കൂടി നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മളിതിൽ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടില്ല കേട്ടോ, ബേക്കിംഗ് സോഡ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടും അങ്ങനെ ഉണ്ടാക്കാം. ഞാനിതിലിപ്പോൾ ബേക്കിംഗ് സോഡ മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഞാൻ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് ഞാൻ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ കേക്കിൻ്റെ പാത്രത്തിൽ ഞാൻ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ബട്ടർ പേപ്പർ വെച്ചിട്ട് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ കേക്കൊന്നും പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഓവനൊക്കെ നല്ല ചൂടായിട്ടാട്ടോ നിൽക്കുന്നത്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ഓവൻ ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നല്ല ചൂടിൽ നിൽക്കുകയാണ്. ആ സമയത്ത് തന്നെ നമുക്കിത് കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഇനി ഓവൻ ഇല്ലയെന്നുണ്ടെങ്കിൽ കുക്കർ ഇതേപോലെ തന്നെ കുക്കറിലൊന്നും ഇടാതെ തന്നെ 10 മിനിറ്റ് നല്ല രീതിയിലൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇത് കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ വിസിൽ ഇടരുത്.
ഇനിയിപ്പോൾ ഇതാ ഒരു 45 മിനിറ്റ് ഞാനിതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 150°C തന്നെ 45 മിനിറ്റ് ആട്ടോ ഞാൻ കേക്കിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയി കിട്ടും. കുക്കറിലാണെന്നുണ്ടെങ്കിലും നമ്മളൊരു 45 മിനിറ്റിന് ശേഷം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതാ 45 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്കൊക്കെ ഇവിടെ എടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിവിടെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതൊന്ന് നോക്കിയതാണ്. അപ്പോൾ ഒട്ടി പിടിക്കണമെന്നില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ കേക്കൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഈർക്കളിമ ഒന്ന് ഒട്ടി പിടിക്കാതെ കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുകയാണ്. ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ, ഇങ്ങനെ നല്ല രീതിയിൽ നമുക്ക് കേക്ക് പാത്രത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ കണ്ടില്ലേ, ഇന്ന് ചൂടാറിയതിന് ശേഷം കേട്ടോ ഞാൻ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്യണേ. ചൂടോടെ തന്നെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് ഒട്ടി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കൊരു അരമണിക്കൂറെങ്കിലും കേക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് കേക്ക് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോഴൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കേക്ക് കിട്ടും കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കേക്ക്, നല്ല പൊടിയൊന്നും ചെയ്യാതെ നല്ല സോഫ്റ്റായിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ലെയറായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് കഴിക്കാനുള്ളതായതുകൊണ്ട് ഞാൻ 2 ലെയറായിട്ട് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ റിച്ചീസിൻ്റെ ഈ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കൽ. ഇതൊരു 1/2 ലിറ്ററാണുള്ളത്. നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിലേക്ക് വേറെ ഷുഗറൊന്നും നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഫ്രീസറിലാട്ടോ നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ ഞാനിന്ന് കേക്ക് ഉണ്ടാക്കണതുകൊണ്ട് തന്നെ അത് ഞാൻ കുറച്ച് മുന്നേ തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. കട്ടായിട്ട് അങ്ങനെ നമ്മൾ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ നന്നാവില്ല കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ആയതിന് ശേഷം വേണ്ടി മാത്രം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുക. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആവട്ടെ. കടയത്തേനെക്കാട്ടിയും നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ അതാ ഞാൻ വിപ്പിംഗ് ക്രീമൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നല്ല കട്ടിയായി മാറും, നല്ല പൊങ്ങി വന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഇങ്ങനെ ഇളകാത്ത പോലെ അങ്ങനെ തോന്നും കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കേക്ക് ഒന്ന് വെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പാലിൽ മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്തിട്ടാട്ടോ വെച്ചിട്ടുള്ളത്. ഇനി പാലും മിൽക്ക് മെയ്ഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാ ചുടുവെള്ളത്തിൽ പഞ്ചസാര മിക്സ് ചെയ്തിട്ട് തണുത്ത് ആറിയതിന് ശേഷം ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ പുറത്തെടുത്തിട്ട് ഞാനിതാ ഇവിടെ 2 ലെയറാക്കിയിട്ടാണ് 3 ലെയറൊക്കെ ആക്കട്ടോ. പക്ഷെ ഞാനിവിടെ അധികം ക്രീം വേണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് 2 ലെയറാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പാലിൻ്റെ മിൽക്ക് മെയ്ഡിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് ഇതൊന്ന് വെറ്റാക്കി എടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ചുടുവെള്ളത്തിൽ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ സിറപ്പ് ഉണ്ടാക്കൂലേ, അതേ രീതിയിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇനി നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിലാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റൊക്കെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയൊരു കേക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് വല്ലാതെ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ഒരു സിമ്പിൾ കേക്കാക്കിയിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ലെയറും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ പാലിൻ്റെ മിൽക്ക് മെയ്ഡിൻ്റെ മിക്സ് ഇട്ടിട്ട് ഇതൊന്ന് വെറ്റാക്കിയതിന് ശേഷം മാത്രം നമ്മൾ വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിലായിട്ട് തേച്ച് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വിപ്പിംഗ് ക്രീമൊക്കെ ഇട്ടിട്ട് ഒന്ന് ഐസിങ് ചെയ്തതിന് ശേഷം ഒരു 1-2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഫൈനൽ ഡെക്കറേഷനൊക്കെ ഉണ്ടല്ലോ അത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കിട്ടും കേട്ടോ. ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കിയ കേക്കായതുകൊണ്ട് ഐസിങ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നുമില്ല, ഒരുമിച്ച് തന്നെ അല്ലേ ഇതും ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ ഈ വിപ്പിംഗ് ക്രീമൊക്കെ ഈ കേക്കുമ്പോൾ നല്ല രീതിയിൽ കോട്ടാവുന്ന രീതിയിൽ ഞാനിങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലത്തെ ഒരു നൈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്കിൽ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ.
അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണിത്. നമുക്ക് കടയിലൊന്നും പോവാതെ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓവനൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഒരു പേടിയും പേടിക്കണ്ട. നമുക്ക് കുക്കറിൽ ഇതേപോലെ തന്നെ നമുക്ക് ഇതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയും നമുക്ക് നല്ല നല്ല കേക്കിൻ്റെ റെസിപ്പിൻ്റെ വീഡിയോ ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്തതായതുകൊണ്ടാണ് ഇതിങ്ങനെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. നമ്മളിങ്ങനെ ചെറീസൊക്കെ വെച്ചിട്ടൊക്കെ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണം അതേപോലെ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ചെറീസൊന്നും അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം.